നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടെ അമേഠിയിൽ മത്സരിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര എത്തിയതും നമ്മൾ കണ്ടതാണ്. നിലവിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തെ ആക്ഷേപിക്കുന്ന തിരക്കിലാണ് എന്നും ഇവരുടെ ഭരണത്തിൽ അമേഠിയിലെ ജനങ്ങൾ തൃപ്തരല്ല എന്നുമൊക്കെയുള്ള വാദം മുന്നോട്ട് വച്ച് റോബർട്ട് വദ്ര എത്തിയത്. തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നും അതുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് വദ്ര. പക്ഷേ താൻ പാർലമെൻറ്റ് അംഗമാകാൻ തീരുമാനിച്ചാൽ ഞാൻ അവരുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമെന്ന് അമേഠിയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും വർഷങ്ങളോളം റായ്ബറേലിയിലും അമേഠിയിലും സുൽത്താൻപൂരിലും ഗാന്ധി കുടുംബം കഠിനാധ്വാനം ചെയ്തുവെന്നും നിലവിലെ പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഭരണത്തിൽ, അതായത് സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠിയിലെ ജനങ്ങൾ ശരിക്കും വീർപ്പുമുട്ടുകയാണ്. അവരെ തിരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് പറ്റിയ തെറ്റാണ് എന്നും അബദ്ധമാണ് എന്നും അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെയാണ് റോബർട്ട് വദ്രയുടെ വാദം. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇനിയൊന്ന് ജനകീയനാണുള്ള ശ്രമം നടത്തുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി BJPയുടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലമാണ് അമേഠി. ഏകദേശം 55,000 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി അന്ന് പരാജയപ്പെട്ടത്. ഒരു കാലത്ത് നെഹ്റുവിൻ്റെയും ഗാന്ധി കുടുംബത്തിൻ്റെയും കോട്ടകളായിരുന്നു അമേഠിയും റായ്ബറേലിയും ഒക്കെ. കാരണം അവിടെ ആര് നിന്നാലും ജയിക്കും എന്നുള്ള സ്ഥിതിവിശേഷം. നിലവിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള അമേഠിയിൽ പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. വോട്ടെടുപ്പ് മെയ് 20 നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണിത്. എന്നാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ഇത്തവണയും വയനാട്ടിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും. കൂടാതെ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടെങ്കിൽ കൂടിയും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഈ അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ സൂചനയാണ് എന്ന് തന്നെയാണ് സ്മൃതി ഇറാനി അടക്കമുള്ളവരുടെ വിമർശനം പുറത്തു വന്നിരിക്കുന്നത്. കാരണം അമേഠിയിൽ മത്സരിക്കുവാൻ ഇപ്പോൾ അറിയാമല്ലോ, അമേഠിയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് തനിക്കറിയില്ല. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാദ്യമായിട്ടാണ് കോൺഗ്രസ് അമേഠിയിലെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്രയും സമയമെടുക്കുന്നതും ഇത്രയും വൈകുന്നതുമൊക്കെ. ഇത് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പരാജയം മുന്നിൽ കണ്ടുള്ള ഒരു ലക്ഷണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണെങ്കിലും പ്രിയങ്ക അമേഠിയിലും രാഹുൽ റായ്ബറേലിയിലും മത്സരിക്കണമെന്ന ഉറച്ച നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതോടുകൂടി വദ്രയ്ക്ക് വഴി അടഞ്ഞിരിക്കുന്നു പറയാം. അമേഠിയിൽ റോബർട്ട് വദ്രയ്ക്ക് കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. വദ്രയുടെ പ്രസ്താവന അനാവശ്യമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തലും. അമേഠിയിൽ ആരാകും സ്ഥാനാർത്ഥിയാകുമെന്ന അല്ലെങ്കിൽ ആകുകയെന്ന അഭ്യൂഹം നിലനിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര മത്സരിക്കാൻ എത്തുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ മുളയിലെ തന്നെ കോൺഗ്രസ് നുള്ളിക്കളഞ്ഞു. മത്സരിക്കാൻ റോബർട്ട് വദ്ര താൽപ്പര്യം അറിയിച്ചതോടെയാണ് അത്തരത്തിലൊരു അഭ്യൂഹം അവിടെ ഉണ്ടായത്. അമേഠിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും സിറ്റിംഗ് MP സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുകയാണ് എന്നൊക്കെയാണ് റോബർട്ട് വദ്ര വാർത്താ ഏജൻസികളോടൊക്കെ പറഞ്ഞിരുന്നത് ആ സമയത്തിന്. പക്ഷേ അത് കാരണമാണ് വലിയ വാർത്ത ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠി ആയിരിക്കുമെന്നും സിറ്റിംഗ് MPയെ ജനം മടുത്തുമെന്നുമൊക്കെ റോബർട്ട് വദ്ര പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പണം കൊണ്ട് കാര്യമല്ല, രാഷ്ട്രീയമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക വദ്ര. അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് റോബർട്ട് വദ്രയുടെ പ്രതികരണം എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ ഇരു മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിട്ടും ഇപ്പോൾ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഒപ്പം തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരൊക്കെ ചേർന്ന് ഈ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോഴും അപ്പോഴും ഈ അമേഠി ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളാകും പ്രകടന പത്രികയുടെ ഹൈലൈറ്റായി മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അങ്ങനെ പുതിയ ഒരു ഇന്ത്യ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി BJPയെ കെട്ടുകെട്ടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയൊക്കെയുള്ള പ്രകടന പത്രികകൾ അത് ഉണ്ടാക്കിയെടുത്ത് ആ പ്രകടന പത്രികയുടെ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പക്ഷേ സ്വന്തം മണ്ഡലം, അതായത് അമേഠിയും റായ്ബറേലി പോലുള്ള മണ്ഡലങ്ങളിൽ ആരെ നിർത്തിയാലും, ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും, ഏത് കോൺഗ്രസ്സുകാരനെ ഉറപ്പെടുന്ന കുറ്റിച്ചൂലിനെ നിർത്തിയാലും അവിടെ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ ജയിക്കുമെന്നുള്ള അവസ്ഥയുണ്ടായിരുന്ന UPയുടെ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എടുക്കാനില്ല അല്ലെങ്കിൽ നിർത്താനില്ല എന്ന് പറയപ്പെടുന്നത് തന്നെ ആ പാർട്ടിയുടെ ഗതികേടാണ്. അതുമാത്രമല്ല ആ പാർട്ടി പരാജയം സമ്മതിക്കുന്നതിൻ്റെ സൂചനകളാണ്. ഇനി അഥവാ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പോലും 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇനി റായ്ബറേലിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും ദിവസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് പ്രിയങ്ക ഗാന്ധിക്ക്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുവാൻ ഒരുങ്ങുകയാണെങ്കിൽ തന്നെ ആ
പ്രിയങ്ക ഗാന്ധിയും അവിടെ തോറ്റുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരത്തിന് ഒരുങ്ങാതെ മാറി നിൽക്കുന്നത്. അതിൽ മുന്നോട്ട് പറയാൻ പോകുന്നത് ഗാന്ധി കുടുംബത്തിൻ്റെ പ്രസക്തി ഇല്ലാതാകണം, ഗാന്ധി കുടുംബം മത്സരിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിൽ ഉണ്ടാകുന്നത് കുടുംബ പാരമ്പര്യമാണ്, അത് ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാതെ മാറി നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം കൂടി പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വലിയ സമ്മർദ്ദമുണ്ടാകുമ്പോൾ, അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള AICCയുടെ അധ്യക്ഷന്മാർ വലിയ സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം ഞങ്ങളിതാ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ താമസിയാതെ ഇവർക്ക് ഈ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടി വരും. പക്ഷേ ഈ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടും അഴിമതി ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഈ റോബർട്ട് വദ്ര എന്ന് പറയപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ എന്തായാലും അമേഠിയിൽ മത്സരിപ്പിക്കില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിനുവേണ്ടി വെച്ച വെള്ളം വാങ്ങി വയ്ക്കുക എന്നത് മാത്രമാണ് റോബർട്ട് വദ്രയ്ക്കുള്ളത്. അതായത് രാഷ്ട്രീയത്തിൽ കൂടി കയറി അഴിമതി കുറച്ചുകൂടി സമ്പൂർണ്ണമാക്കാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി എത്തിയ റോബർട്ട് വദ്രയ്ക്ക് അതൊരു തിരിച്ചടിയാവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അമേഠിയിലും റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് മെയ് 20-നാണ് തെരഞ്ഞെടുപ്പ്, അതിനു മുൻപെങ്കിലും ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ കോൺഗ്രസിനാകുമോ?